ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഹിയർ ഫ്രം ഷാർപ്പ് പർസ്യൂട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ +2 എക്സാമിനർ എൻട്രൻസ് ബാച്ചിനെ കുറിച്ചിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ, ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ അനുഭവങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഉള്ള വീഡിയോസ് ഞാനങ്ങനെ ചെയ്യാറില്ല. മാത്രമല്ല, എൻ്റെ സ്ലാങ് എന്ന് വെച്ചാൽ അത്രത്തോളം നല്ലൊരു മലയാളമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണാം. മാത്രമല്ല, നിങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കോച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ നിങ്ങളെ ബാച്ച് ഏത് ബാച്ചിനാണോ, സൈലാണോ, ബ്രില്യൻ്റ് ആണോ, അപ്പോൾ എജുപോർട്ടാണോ, അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ നിങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അതിൽ ചേരാൻ പോകുന്ന കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ +2 എക്സാമിനർ JEE ബാച്ച് ചൂസ് ചെയ്തതെന്ന് അറിയാം. ഞാൻ JEE ആണ് എൻട്രൻസിൽ എടുത്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു? അപ്പോൾ ഞാൻ 10ാം ക്ലാസ് എന്ന് വെച്ചാൽ എക്സാമിനറിനെ കണ്ടുപിടിച്ചാണ്. അപ്പോൾ നല്ല രീതിയിൽ 10ാം ക്ലാസ് നല്ല മാർക്ക് ഫുൾ A+ കിട്ടാൻ പറ്റി. മാത്രമല്ല, ഞാൻ എന്ത് ചെയ്ത് ഈ +1 എക്സാമിനർ 2 പഠിച്ചാണ്. അപ്പോൾ അതിൽ നല്ലൊരു മാർക്ക് എനിക്കുണ്ടായിരുന്നു. അവർ 2 പഠിച്ചുകൊണ്ട് അവർ ബാച്ചിൽ ചേർന്നിട്ടാണ് ഞാൻ പഠിച്ചത് +1 ബാച്ച്. +2 ആ ഒരു +1 ലീവിന് നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി എൻട്രൻസ് ലെവലിലേക്ക് ഉയരേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ +2 കഴിഞ്ഞാൽ കൂടുതൽ കോളേജ് നല്ല നല്ല ടയർ 1, ടയർ 2 അങ്ങനത്തെ കോളേജിനൊക്കെ എന്ത് ചെയ്യാണ്, എൻട്രൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻട്രൻസ് ലെവലിൽ പഠിക്കാൻ വേണ്ടി എൻട്രൻസ് ലെവൽ ഞാൻ ഒറ്റയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എക്സാമിനർ +2 ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ JEE ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഞാൻ വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇത് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തിയിട്ടില്ല, പോയി ജോയിൻ ചെയ്തു, അത്ര തന്നെ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ മെയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഏപ്രിൽ അവസാനമോ മെയിലോ എന്ന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് എൻട്രൻസ് ബാച്ചാണ്, അപ്പോൾ കുറച്ച് മുന്നേ ക്ലാസ്സുകൾ തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തെറ്റി. ജൂൺ 1-നാണ് ഇത് എൻട്രൻസ് ബാച്ച് ക്ലാസ് ആരംഭിച്ചത്. അങ്ങനെ ക്ലാസ്സുകൾ നടക്കാമെന്ന് വെച്ചാൽ ശനിയും ഞായറും മാത്രമേ ക്ലാസ് ഉള്ളൂ എൻട്രൻസ്. അതും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, കൂടിയാൽ 3 മണിക്കൂർ. ഇങ്ങനെയാണ് എൻട്രൻസ് ബാച്ചിൽ ക്ലാസ്സസ് എടുക്കുക. അങ്ങനെ ഞാൻ ക്ലാസ്സസ് അപ്പോഴത്തേക്കും ബാച്ചിലെ ക്ലാസ് എന്ത് ചെയ്യും, രാത്രി ഒരു 8 മണിക്ക് നടക്കും. എല്ലാ ദിവസവും 8 മണിക്കും. ശനിയും ഞായറും ഒഴികെ ബാക്കി എല്ലാ ദിവസവും ബാച്ചിലെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ഡെയിലി കാണാറുണ്ട്. അതിനുശേഷം ശനിയും ഞായറും എന്ന് വെച്ചാൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത് ലൈവ് വരിക, 4 to 6. അപ്പോൾ ആ ടൈമിൽ ഞാൻ ക്ലാസ്സൊക്കെ നന്നായി കാണാൻ തുടങ്ങി. അതിനുശേഷം ഒരു പകുതിയാകുമ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് 2 ചാപ്റ്ററും ആ ടൈമിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ എന്ത് ചെയ്യാൻ, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ ബാക്കിയുള്ള ദിവസങ്ങൾ ആഴ്ചയിൽ 2 വരെ മാത്രമാണ് എക്സാമിനർ ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി വരുന്ന ദിവസങ്ങളിൽ പല യൂട്യൂബ് ക്ലാസ്സസും മറ്റുള്ള ക്ലാസ്സസും ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, റെഫർ ചെയ്യാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഇത് മാത്രമായി പോയാൽ ഒരിക്കലും JEE അല്ല കീം വരെ കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ JEE ലെവലിലൊന്ന് എടുക്കാൻ അക്കാദമി, പിന്നെ PW അങ്ങനെയൊക്കെ ഹിന്ദി ചാനൽസ് ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ശനി ഞായറും എന്ന് വെച്ചാൽ രാവിലെ ഞാൻ അവരെ ക്ലാസ് കാണും, വൈകുന്നേരം ഇവരെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ജോയിൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പൈസ കൊടുത്താണ്, അപ്പോൾ അതിനെപ്പോൾ ക്ലാസ് കാണണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ക്ലാസ്സിൽ ചേരും. അങ്ങനെയൊക്കെയാണ് എക്സാമിൽ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെന്ന് വെച്ചാൽ JEE മെയിൻ സെക്ഷൻ 1 വന്നു. ആ ടൈമിൽ ഇവർക്ക് 4 ചാപ്റ്റർ എങ്ങാണ്ട് മാത്സ് ബാക്കിയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി 2 ചാപ്റ്റർ അതുകൊണ്ട്. JEE മെയിൻ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഒക്കെ വരുമ്പോൾ നല്ല ചാപ്റ്ററാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് JEE മെയിൻസിൽ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വിചാരിക്കുക, വിശ്വസിച്ച് നമ്മൾ എക്സാമിനർ ചേർന്നാണ്. അപ്പോഴത്തേക്ക് അവർക്ക് JEE മെയിൻ സെക്ഷൻ 1. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ JEE മെയിൻസ് 1 ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം അവരതിന് ഒരു ഇതും കൊടുത്തില്ല. JEE മെയിൻസ് കഴിഞ്ഞ് നമ്മൾ
സെക്ഷൻ 1 കഴിഞ്ഞ് നമ്മളതിനെ പറ്റി സംസാരിച്ച് പിറ്റേ ദിവസം ഞാറിന് ലൈവ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഫാക്കൽറ്റി പറയുന്നത് വെച്ചാൽ എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ അതിനെ പറ്റി ഡിസ്കസ്സൊക്കെ ചെയ്തു, ഇങ്ങനെ നമ്മൾക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കാം. പിന്നെ അത് എന്തെന്നറിയില്ല, പിന്നെ ആരും അങ്ങനെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് മറക്കുന്നതിന്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിൽ ഞാൻ എത്ര പേര് ജോയിൻ ചെയ്തിരുന്നു എന്ന് നോക്കി. ഞാൻ അതിൽ 400 പേരെന്തോ ജോയിൻ ചെയ്തിരുന്നു. അപ്പം 400 എന്ന് വെച്ചാൽ ഏകദേശം അവർക്ക് 3,60,000 രൂപ കിട്ടിക്കാണ്. 3,60,000 കിട്ടിക്കാണ് 400 പേര് കൂടിയെന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ 400 പേര് കൂടിയതിൽ ആകെ ലൈവ് ക്ലാസ്സിനൊക്കെ വന്നിരുന്നു വെറും 10 പേരാണ്. വെറും 10. ഞാനത് കാണിച്ചെന്ന് വെച്ചാൽ 10. അപ്പോൾ അത് കാണിച്ചെന്ന് വെച്ചാൽ എല്ലാവരും ഇതാണ് 10 എന്ന് വയ്ക്കേണ്ട, അത് ഞാൻ ഇതിൽ പേപ്പർ അടിച്ചുകൊണ്ട് അത് അങ്ങനെ കാണിച്ചാണ് അത് ഇടാം. അപ്പോൾ വെറും 10 പേരാണ് ക്ലാസ്സിന് വരിക. ബാക്കി 390 പേരും ക്ലാസ്സിന് വരാറില്ല. അത് ഡെഡ് മണിയാണ്. അവർ ഒരുപക്ഷെ 400 പേരൊക്കെ മറ്റേ ബാച്ച് ക്ലാസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതിന് മാത്രമായി വരുന്നതായിരിക്കും. കാരണം ജെയ് ബാച്ച് എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ കൂടി നോക്കാം എന്ന് പറഞ്ഞ് കൂടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എക്സാമിനറുള്ള ഫാക്കൽറ്റീസൊക്കെ ഈ ജെയ് ബാച്ചിന് അത്ര വില കൊടുക്കാത്തത്. ഒക്കെ പറയാനുള്ളത് എല്ലാവരും വിശ്വസിച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ചെറിയൊരു ഇത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ജെയ് മീൻസ് സെക്ഷൻ 1 ഇതൊക്കെ മുന്നേ തുടങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജെയ് മീൻസ് ജനുവരിയിൽ നടക്കും. അപ്പോൾ അതിന് മുന്നായി സിലബസ് തീർക്കണം. അതിനുവേണ്ടി അവർ ജൂലൈയിലോ മെയ്യിലോ തുടങ്ങേണ്ടാണ് ക്ലാസ്സസ് തുടങ്ങേണ്ടതാണ്. പക്ഷെ അവർ അതിന് തുടങ്ങുന്നില്ല, അതിന് മെനക്കെടുന്നില്ല. മറ്റേ എക്സാമിനറിൻ്റെ സാധാ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബാച്ചാണ് അവരത്. അതിൽ ഫാക്കൽറ്റീസ് ആയിക്കഴിഞ്ഞാലും അതിൽ സിലബസ് കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാലും അവരുടെ മറ്റു എക്സാംസ് ആയിക്കഴിഞ്ഞാലും അതൊക്കെ വളരെയധികം നല്ല രീതിയിലാണ് സാധാ ബാച്ചിൽ പോകുന്നത്. പക്ഷേ എൻട്രൻസ് എന്ന് വെച്ചാൽ അത് കണ്ട ആ ഒരു എൻട്രൻസിലേക്ക് അവരൊരു ജോയിൻ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് സിലബസ്. ജെയ് മീൻ സെക്ഷൻ 1 ശേഷം മുന്നായിട്ട് സിലബസ് തീർക്കുന്നില്ല. അതുമാത്രമല്ല ജെയ് മീൻ സെക്ഷൻ 2ക്ക് മുന്നായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സാംസൊക്കെ എഴുതി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇവർ എക്സാംസ് എന്ന് വെച്ചാൽ ഞാൻ പറയാം ക്ലാസ് എടുത്താലും നല്ല എക്സാം ഇതായി വരിക. പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു DPPs ഉണ്ട്. DPPs പ്രശ്നമില്ലാത്ത DPPs ആണ്. എന്ന് വെച്ചാലും അതിനൊക്കെ ഒരു ഗൈഡ് ചെയ്യാൻ അവരോട് സാധിച്ചില്ല എന്ന് ഞാൻ പറയും. എനിക്ക് ജെയ് മീൻസിൽ 70% ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മറ്റ് അക്കാദമി അതുപോലുള്ള ഹിന്ദി ക്ലാസ്സസ് ആയിട്ട് പഠിച്ചാണ്. മാത്രമല്ല ഞാൻ കുറേ PVQs ഒക്കെ വേറെ ചെയ്തിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഫാക്കൽറ്റീസിൻ്റെ കാര്യം ഞാൻ പറയാം. ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ കെമിസ്ട്രിയും ഫിസിക്സും തീരെ പോരാ. എൻട്രൻസ് ബാച്ച് മാത്സ് എന്ന് വെച്ചാൽ നൗഫസ് എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ്, നമുക്ക് ക്ലാസ്സാണ് പറയാമല്ലോ ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാത്സ് ക്ലാസ്സാണ് ഞാൻ നന്നായി ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാത്സസ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ്. മാത്സിൽ എനിക്ക് 70% കിട്ടാൻ ചെറിയൊരു ഇതും നൗഫൽ സാറ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫിസിക്സ് കെമിസ്ട്രി പറയുകയാണെങ്കിൽ വളരെ മോശം. കാരണം എന്ന് വെച്ചാൽ അലൻസേറോ ഇതിൽ വരുന്നില്ല എൻട്രൻസിൽ. പിന്നെ കുറേ വേറെ ഫാക്കൽറ്റീസാണ് വരുന്നത്. അവസാനം ഫിസിക്സിനൊരു സാർ വെച്ചിരുന്നു. ആ സാർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ അദ്ദേഹത്തിന് കോച്ചിങ്സ് അങ്ങനെ എടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നല്ല ഫേമസ് ആയിട്ട് യൂട്യൂബേഴ്സിനെ കണ്ട് അവരോട് റിവ്യൂ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ചേർന്ന ഒരാൾക്കേ നന്നായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റും. അപ്പോൾ 2025, 24, 25 ബാച്ചിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25, 26 ബാച്ചിലുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്ന അവരെ ക്ലാസ്സസൊക്കെ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി ജെയ് എക്സാമിനർ ബാച്ച് എടുക്കാൻ പോകുന്നവരാണ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ടുപേർ ചിന്തിക്കുക. കാരണം എന്ന് വെച്ചാൽ അവർ ബാച്ചസ് സാധാ +1, +2 ബാച്ചസ് നല്ല ബാച്ചസാണ്. അപ്പോൾ അതിലേക്കാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. എനിക്ക് ജെയ് മീൻസിൻ്റെ ഒരു പോസ്റ്ററും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 400-ൽ 10 ആൾക്കാരാണ് അവരുടെ ക്ലാസ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാരണം എന്ന് വെച്ചാൽ അവരുടെ ക്ലാസ്സസ് അത്ര മോശമാണ് എൻട്രൻസ് ലെവലിൽ. അപ്പോൾ ഞാൻ ഹേറ്റൊന്നും ഇതാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായം ഹോണസ്റ്റ് റിവ്യൂ അറിയാണ്. പിന്നെയെന്ന് വെച്ചാൽ
ഞാൻ കീമിൽ എനിക്ക് മോശമില്ലാത്ത റാങ്ക് കിട്ടി. അതെന്ന് വെച്ചാൽ ഞാൻ ഒക്കെ ഇത് നോക്കി പഠിച്ചാണ്, ഞാൻ ഇവരുടെ ക്ലാസ്സസ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചെറിയ ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കാം, എന്നാലും ഞാൻ പറയാം, നമ്മൾ ബാച്ചസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഈ ക്രിസ്മസിനൊക്കെ അല്ലെങ്കിൽ മോഡൽ അല്ലെങ്കിൽ പബ്ലിക്കിന് അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ ബാച്ച് അവർ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യില്ല, അത് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി എക്സ്ട്രാ ഒരു 1200 രൂപ അങ്ങനെ എന്തോ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫാക്കൽറ്റീസ് നമ്മളോട് അപ്പം അവർ സ്പാം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലേ, ഇത് നിങ്ങൾക്ക് നല്ല മാർക്കാണ്. നമ്മൾ ഒരു ഓൾറെഡി ജെയ് ബാച്ചിലാണ് ഉള്ളത്, എന്നാലും ഇവർ അതിന് വേണ്ടി എന്ത് ചെയ്തു, ആദ്യം പിന്നെയും ഞാൻ മറ്റേ സ്ലാങ് കയറിയെന്നാണ്, സോറി, പിന്നെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവസാനം 5 പൈസ ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ അവർ നോട്ട് എടുന്നറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിക്കണ്ടൊക്കെ. ഇനി എൻട്രൻസ് എന്ന് വെച്ചാൽ അത്രത്തോളം വലിയ കാര്യമാണ്. അതിൽ റിപ്പീറ്റിന് പോകാമെന്ന് വെച്ചാൽ ഒരു വർഷം കളയാന്നൊക്കെ വെച്ചാൽ അത് ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ വെറുതെ എടുക്കാണ്ട് +1 +2 നല്ലൊരു എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായി പഠിച്ച് എൻട്രൻസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എൻട്രൻസ് ബാച്ചിൽ കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ പഠിച്ചവർ എൻട്രൻസ് ബാച്ചിൽ പഠിച്ചവരോട് നമ്മൾ മുന്നേ ഒരു +1 +2 ബാച്ചിൽ ചേർന്നിട്ടുണ്ട്, അതിൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതിലൊരിക്കലും ചേരാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ ചേർന്നവരോടുള്ള അഭിപ്രായം തേടുക, എങ്ങനെയാണ് ക്ലാസ്സസ്, എൻട്രൻസ്, DPPs, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ നമ്മളെ പേഴ്സൺ അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു എക്സാം, ഞാൻ പറയാം, ഒരു എൻട്രൻസ് എക്സാം എന്ന് വെച്ചാൽ നമുക്ക് അതിന് മോക്ക് ടെസ്റ്റിന് നമ്മൾ മെയിനായിട്ട് വെക്കുന്നത് വെച്ചാൽ നമുക്ക് അവസാനം എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മളെ റോങ്സ്, ഫാൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പം ആ വക കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എക്സാമിൻ്റെ കണ്ടിട്ടില്ല. ഞാൻ തോന്നുന്നു എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേര് ഹേറ്റേഴ്സ് ആയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ ആരും കാണാൻ സാധ്യത വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനലൊക്കെയാണ്. ഇനി എങ്ങാനും എക്സാമിൻ്റെ അടുത്ത് ഫാക്കൽറ്റീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് കുറേ കുട്ടികൾ ചേരുന്നത്. പക്ഷേ അതിൽ 410 നോക്കിയാൽ അത് 10 പേരും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ പലരുടെയും ഇത് മെസ്സേജസ് കാണണം. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്രത്തോളം വിഷയമായിട്ടുണ്ട്. ഇത് ജെയ്മെയിൻ സെക്ഷൻ 1 മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജെയ്മെയിൻ സെക്ഷൻ 2 അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബോർഡ്സ് കഴിഞ്ഞതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജെയ്മെയിൻ സെക്ഷൻ 2. അതിന് ഒന്നാമത് ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അത് പഠിക്കാൻ പറ്റിയില്ല. അതിനുവേണ്ടി പിന്നെ ഞാൻ ഈ റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ പേര് റിപ്പീറ്റ് അങ്ങനെ നല്ലതല്ല. അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ അതിൻ്റെ റിപ്പീറ്റ് ചെയ്തവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കീമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ ഞാൻ ജെമിനി, ChatGPT, അതുമാത്രമല്ല കുറച്ച് ക്ലാസ്സസ്, യൂട്യൂബ് ക്ലാസ്സസൊക്കെ കണ്ടിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് 6347 റാങ്കും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ബാച്ചസ്, അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്ററിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബാച്ചിലാണ് എടുത്തിട്ടുള്ളത്, അതിനെപ്പറ്റി എൻ്റെയർ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ഒറ്റ ടേക്കിനാണ് ഈ വീഡിയോ മൊത്തം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒറ്റ ടേക്കിന് ഇതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ലാങ് ഒക്കെ കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിൽ 10th കഴിഞ്ഞവരൊക്കെ എന്താ വെച്ചാൽ +1 +2 എൻട്രൻസ് ബാച്ചിനൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഭാവി തന്നെ തീരുമാനിക്കുന്നത് വെച്ചാൽ ഒരു ബാച്ച് ആയിരിക്കും. അപ്പോൾ അത് തീരുമാനിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് തീരുമാനിക്കാൻ വേണ്ടി, അങ്ങനെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ ഷഹീർ സൈനിങ് ഔട്ട് ഫ്രം ഷാബസ് യൂട്യൂബ്.